ഈ രാജ്യം മുഴുവൻ പിടിച്ചു കുലുക്കിയ പാറ്റ സമരത്തിൽ നമ്മുടെ മുഖ്യധാര പ്രതിപക്ഷം എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയൊക്കെ എന്ന പ്രതിപക്ഷ നേതാവ് അപ്രസക്തനായി മാറുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്? അതെ, ഈ പാറ്റ സമരം ഇന്നലെ വിജയകരമായി അവസാനിച്ചു. അത് ഒരർത്ഥത്തിൽ വളരെ നന്നായി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദി സർക്കാർ അനാവശ്യമായ ഈഗോ വെച്ച് പുലർത്താതെ ഇന്ത്യയിലെ ജനങ്ങളെ ബാധിച്ച അല്ലെങ്കിൽ ജനഹിതത്തിനനുസരിച്ച് നിന്നു. അത് ജനാധിപത്യത്തിൻ്റെ ഒരു വിജയമാണ്. ഇവിടെ പരാജയപ്പെട്ടത്, ജയിച്ചത് ജനങ്ങളാണ്. സർക്കാരും ജയിച്ചു, പാർട്ടി പാർട്ടികളും ജയിച്ചു. പക്ഷേ ഇവിടെ പരാജയപ്പെട്ടത് ഇന്ത്യയിലെ മുഖ്യധാര പ്രതിപക്ഷമാണ്, പ്രതിപക്ഷ നേതാവാണ്. അത് ഈ വിഷയത്തിൻ്റെ പ്രസക്തി തിരിച്ചറിയാതെ പോയതുകൊണ്ടാണ്. അപ്പം കഴിഞ്ഞ മെയ് 3 നടന്ന പരീക്ഷ 4 ചോർന്നു എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അങ്ങനെ ഒരു വലിയ ചർച്ചയൊന്നും കൂടാതെ തന്നെ, മാധ്യമ ചർച്ചകളൊന്നും ശ്രദ്ധപ്പെടാത്തൊരു സാഹചര്യത്തിലാണ് ഗവൺമെൻറ് മെയ് 12 ക്യാൻസൽ ചെയ്യുന്നതും പുനഃപരീക്ഷ നടത്തുന്നതുമൊക്കെ. അത് രണ്ടാമത് പുനഃപരീക്ഷ നടത്തി കുറ്റമറ്റ രീതിയിൽ നടത്തുകയും റിസൾട്ട് വരികയും അത് അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഈ സമയത്താണ് സമരം നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഈ സമരം നയിച്ച പാർട്ടി ഈ വിഷയത്തോട് ആത്മാർത്ഥതയോടെയാണോ അതോ മറ്റു ചില ലക്ഷ്യമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം ഈ നീറ്റ് വിഷയമുണ്ടായ സമയത്ത് അഭിജിത്ത് ദീപക് യാതൊന്നും പ്രതികരിച്ചില്ലായിരുന്നു. 4 പ്രതികരിച്ചില്ല, 12 ക്യാൻസൽ ചെയ്തപ്പോഴും പ്രതികരിച്ചില്ല. നമ്മൾ അഭിജിത്ത് ദീപകിൻ്റെ പേര് കേൾക്കുന്നത് ജൂൺ 16 അപ്പം ജൂൺ 15 അതായത് പരീക്ഷ ക്യാൻസൽ ചെയ്ത് 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു വ്യാജ LLB കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഇതിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു പരാമർശം നടത്തി. ഇങ്ങനെ കള്ളം കാണിക്കുന്ന ആ കേസിലെ വിഷയത്തെയാണ് പാറ്റ എന്ന് പറഞ്ഞത്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് 16 ഇയാളൊരു പ്രസ്താവന ഇയാളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ന്യൂയോർക്കിൽ നിന്ന് നടത്തുന്നു. അപ്പോൾ അതിന് ഭയങ്കരമായ സ്വീകാര്യത വരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജൂൺ 6 നാട്ടിൽ വരുന്നു. അപ്പോൾ ജൂൺ 6 വന്നിട്ടാണ് ഈ സമരം നടക്കുന്നത്. അപ്പം സോനം വാങ്ചുക്ക് ജൂൺ 28 സമരം തുടങ്ങിയിരുന്നു. അപ്പം ആ നിരാഹാര സമരം ഏതാണ്ട് 20 ദിവസം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയി. കേരളത്തിലെ ഒരു മാധ്യമവും ഇത് ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉയർത്തേണ്ട ഒരു വിഷയത്തെയാണ് ഈ പാർട്ടിയുടെ പേരിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടത്. അതായത് ഇന്ത്യയിലെ 22 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയ ഒരു വിഷയം, അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഈ ഒരു വിഷയം മാത്രമല്ല, CBSE പരീക്ഷയുടെ ഇവാലുവേഷനായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, അതുണ്ടാക്കിയ ഉത്കണ്ഠയുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ നമ്മുടെ ഒരു കോടിക്കണക്കിന് രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ ആളുകളുടെ ഒക്കെ കൺസേൺ ഉണ്ടാക്കിയൊരു വിഷയമാണ്. ആ വിഷയത്തെ ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യേണ്ടത് ഇന്ത്യൻ പ്രതിപക്ഷമാണ്. അപ്പോൾ ഭരണപക്ഷത്തിൻ്റെ ഏതൊരു വീഴ്ചയും അല്ലെങ്കിൽ ജനഹിതത്തിനെതിരായി സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉയർത്തി കാണിക്കേണ്ടത് പ്രതിപക്ഷമാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷം നമ്മൾ നോക്കുമ്പോൾ ചില സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ NSUI ദേശീയ തലത്തിലും കേരളത്തിൽ KSU SFI ഒക്കെ നമ്മുടെ ജനറൽ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തൊക്കെ പോയി ചടങ്ങ് സമരങ്ങൾ നടത്തി. അതൊരു മാധ്യമ ശ്രദ്ധ പോലും ഉണ്ടായില്ല. കാരണം ഞാൻ ഈ വിഷയത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ച ഒരാളായതുകൊണ്ട് എനിക്കതറിയാം. അപ്പോൾ അന്നും ഞാനിത് 4 തന്നെ പറഞ്ഞു, ഇന്ത്യൻ പ്രതിപക്ഷത്തിന് കിട്ടിയൊരു ഗോൾഡൻ ചാൻസാണ്. പക്ഷേ രാഹുൽ ഗാന്ധി അതിൽ പ്രതികരിച്ചതേയില്ല. അതിനുശേഷം ജൂൺ 17 അദ്ദേഹം ആദ്യമായിട്ട് ഒരു വലിയൊരു പൊതുസമ്മേളനം നടന്നിരുന്നു. നല്ലൊരു മാസ് ഓഡിയൻസ് ഉണ്ടായിരുന്നു രാജസ്ഥാനിലെ കോട്ടയിൽ. അതായത് ഈ എൻട്രൻസ് പരീക്ഷകളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആസ്ഥാനം എന്ന് പറയുന്നത് കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ ആസ്ഥാന കോട്ടയിൽ വലിയൊരു സമ്മേളനം നടത്തിയിരുന്നു. അത് ജൂൺ 17 ഈ ജൂൺ 17 ആ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഒരു കോൺക്ലേവ് ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം നമ്മുടെ ഈ ഭ്രമണ മതത്തിൽ നിന്ന് പുറത്തു പോയി എന്നുള്ളത് ഈ രാജ്യത്തും ഉണ്ടായില്ല. എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. ഇപ്പം നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കാർക്ക് ഒരുപക്ഷെ KC വേണുഗോപാലിനും സർവശക്തനും മാത്രമേ അറിയാവൂ. കാരണം ഇത് 20 ദിവസം നമ്മുടെ രാജ്യത്തെ ഉണ്ടായില്ല. അപ്പം ഇതിനിടയിലാണ് പാർട്ടി വരുന്നതും രംഗം കൈയടക്കുന്നതും ഒക്കെ. യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷമായിരുന്നു മുന്നിൽ നിൽക്കേണ്ടത്. ഒരു നിരാഹാര സത്യാഗ്രഹം ഈ സോനം വാങ്ചുക്കിനെ പോലെയുള്ള ഒരാളല്ല ചെയ്യേണ്ടിയിരുന്നത്, പ്രതിപക്ഷ നേതാവായിരുന്നു നിരാഹാരം കിടക്കേണ്ടത്. അങ്ങനെയായിരുന്നെങ്കിൽ ഗവൺമെന്റിന് ചർച്ച ചെയ്യേണ്ടി വരിക പ്രതിപക്ഷത്തിനോടായിരിക്കും. ഇവിടെ പ്രതിപക്ഷത്തെ അടുപ്പിച്ചതേ ഇല്ലല്ലോ. അല്ല, അടുപ്പിക്കാത്തതല്ല, ഇവർ ഈ രംഗത്തില്ല. നമ്മളിപ്പം കാണുന്നത് ഇന്നലെ വരെ നമ്മൾ കേൾക്കാത്തൊരു സറ്റേറിക്കൽ നെയിം എടുത്ത
പാറ്റ എന്നുള്ളൊരു പേരാണ്. ആ കോക്രോച്ച് പാർട്ടി എന്നൊരു പാർട്ടിയുടെ ആൾക്കാരെ ഗവൺമെൻറ് അവർ പറഞ്ഞതുപോലുള്ള സ്ഥലത്ത് പോയി കാണുന്നു, ചർച്ച ചെയ്യുന്നു. അത് 3 ചർച്ചകൾ നടത്തിയിട്ട് അവർ പറഞ്ഞ 3 ഡിമാൻഡ് അംഗീകരിക്കുന്നു. സത്യാഗ്രഹ പന്തലിൽ സന്ദർശിക്കുന്നു. ഈ സോനം വാങ്ചുക്കിൻ്റെ സത്യാഗ്രഹം 26-ാം തീയതി അർദ്ധരാത്രിയിൽ ഇത് ചെയ്യുന്നു. പ്രധാനമന്ത്രി നേരിട്ട് ജനങ്ങളോട്, യുവാക്കളോട് സോഷ്യൽ മീഡിയയിലൂടെ സംവദിക്കുന്നു. അപ്പോൾ ആ തരത്തിലൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രതിപക്ഷം എവിടെയായിരുന്നു? യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്ന 20-നാണ് രാഹുൽ ഗാന്ധി വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം ആ തരത്തിൽ പാർലമെൻറ്റ് സമ്മേളനത്തെ തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണമെന്നുള്ള ആദ്യ ദിവസം ഗവൺമെൻറ് അംഗീകരിച്ചില്ല. പക്ഷേ 2-ാം ദിവസം 21-ാം തീയതി ഗവൺമെൻറ് അംഗീകരിച്ചപ്പോഴും ഇവർ ചർച്ചയ്ക്ക് തയ്യാറായില്ല. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ കാണുന്നതാണ് ഈ പാർട്ടിക്ക് വലിയ സ്വീകാര്യത മാധ്യമങ്ങൾ, വിശേഷം കേരളത്തിലൊക്കെ വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്ന 21-ന് ശേഷമായിരുന്നു. ആദ്യം നമ്മുടെ ചാനലുകളൊന്നും അത്ര സീരിയസ് ആയി കണ്ടില്ല. അപ്പോൾ ആ തരത്തിൽ അവർക്ക് പിന്തുണ ഏറി വരുന്നു. അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോഴത്തേക്കും സർക്കാർ അനാവശ്യമായ ഒരു ഈഗോ ഇല്ലാതെ ഈ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ സർക്കാർ അതിനെ ഇറങ്ങിച്ചെല്ലാനുള്ള കാരണം, ഒന്ന്, സർക്കാരിന് വീഴ്ചയുണ്ടായിരുന്നു, അത് റെക്ടിഫൈ ചെയ്തു എന്നുള്ള രണ്ടാമത്തെ കാര്യം. എന്നാൽ പോലും ഗവൺമെൻറ്റിന് ഒരു കുറ്റബോധമുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മോറൽ റെസ്പോൺസിബിലിറ്റി മിനിസ്റ്റർ കൊണ്ട് താനും. പക്ഷേ ഇത് NTA എന്ന് പറയുന്ന സ്വതന്ത്ര ഏജൻസി ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മിനിസ്റ്ററുമായിട്ട് ലിങ്കില്ല. കാരണം ഈ വിഷയം വന്ന സമയത്ത് നമ്മുടെ മുഖ്യ പ്രതിപക്ഷം പോലും മിനിസ്റ്റർ രാജിവെക്കാൻ വേണ്ടി ഒരു ശരിയായ സമരം നടത്തിയതുമില്ല. അപ്പോൾ അതുകൊണ്ട് മിനിസ്റ്റർ രാജിവെക്കാൻ വൈകിയതല്ല, ആരും ഡിമാൻഡ് ചെയ്തിട്ടുമില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് രാജിവെക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കുന്നതിൽ പ്രതിപക്ഷം ഒന്നും ചെയ്തുമില്ല. അപ്പം ഈ പാർട്ടിയുടെ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് ഇന്നലെ ഒത്തുതീർപ്പാക്കി അവർ സമരം അവസാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടത് രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ മുഖ്യധാര പ്രതിപക്ഷവുമാണ്. കാരണം ഇതിൽ ഒരു ഭാഗത്തും അവർ കടന്നു വന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് കിട്ടുക? കാരണം ഈ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയായി പരിണമിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അതിന് ഊർജ്ജം കൊടുത്തത് ആം ആദ്മി പാർട്ടിയുടെ ഒരു ഡൽഹി സപ്പോർട്ട് ബേസ് നല്ലൊരു പിന്തുണ കൊടുത്തിരുന്നു. നമ്മൾ ഡൽഹിയിലുള്ള ഇടതുപക്ഷ യുവാക്കളും ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ആളുകളൊക്കെ ഇതിന് സപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷേ അവർക്കൊന്നും ഈ ചർച്ചയിൽ യാതൊരു റോളും ഉണ്ടായില്ല. അപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായിരിക്കണം നമ്മളെപ്പോലത്തെ ഒരു വലിയൊരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ 235 MPമാരെ റെപ്രസെൻ്റ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും യാതൊരു പരിഗണനയും ഇല്ലാതെ മറ്റൊരു തരത്തിലുമുള്ളൊരു പൊളിറ്റിക്കൽ ബേസ് ഇല്ലാത്ത ഒരു പ്രസ്ഥാനവുമായിട്ട് ഗവൺമെൻറ് നേരിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ പരാജയം നമ്മൾ ചർച്ച ചെയ്യണം. കാരണം ഒരു പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണപക്ഷത്തെ പോലെ തന്നെ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ട്. കാരണം നമ്മൾ സ്വീകരിച്ച ബ്രിട്ടീഷ് മോഡലിൽ, ഞാൻ ഈ പൊളിറ്റിക്കൽ സയൻസ് ആംഗിൾ പഠിക്കുമ്പോഴും അവിടെ പ്രതിപക്ഷ നേതാവിനെ ഷാഡോ പ്രൈം മിനിസ്റ്ററാണ്. നമ്മളിവിടെ ഭാവി പ്രധാനമന്ത്രി എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നാൾ ഭാവി പ്രധാനമന്ത്രിയായി കണക്കാക്കുന്ന ആൾ രാഹുൽ ഗാന്ധിയായി. 2014 മുതൽ അദ്ദേഹം ഭാവി പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പോൾ ഈ ഭാവി പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ഒരിക്കലും നിർവഹിച്ചിട്ടില്ല. പാർലമെൻറ്റിൽ ഏകപക്ഷീയമായ സ്റ്റേറ്റ്മെൻറ്റും ചില ആരോപണങ്ങളും വ്യക്തിപരമായാണ് കൂടുതൽ ആരോപണം. നരേന്ദ്രമോദിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആരോപണങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കോടതിയിൽ മാപ്പ് ചോദിക്കേണ്ടത്, ശിക്ഷ നേരിടേണ്ടി വന്നു. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. നമുക്കറിയാമല്ലോ, ആദ്യം JNU സമരത്തിൽ അദ്ദേഹം ചാടിയിറങ്ങി ആസാദി അവരോടൊപ്പം നിന്നു. അതിനുശേഷം നമ്മൾ EVMനെതിരായ വലിയ മുന്നേറ്റം നടത്തി. പിന്നീട് അദ്ദേഹം ഈ നമ്മുടെ റാഫേൽ വിഷയം, പെഗാസസ്, അതുപോലെ വിക്കിലീക്സിൻ്റെ ആയിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ SIRനെതിരായ സമരം, പൗരത്വ ബില്ലിനെതിരായിട്ട് കർഷക സമരത്തിൽ, ഇതിലൊന്നും തന്നെ നമുക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഉണ്ടായില്ല. അവർ ചടങ്ങിന് സമരങ്ങൾ നടക്കുന്നു. അപ്പോൾ സർക്കാരുമായിട്ട് സംവദിക്കാനോ പാർലമെൻറ്റിലൊരു ചർച്ച ഏകപക്ഷീയമായിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാർലമെൻറ്റിൽ പുറത്തു പോവുകയാണ് ചെയ്തത്. പലപ്പോഴും നമ്മൾ ഈ പാർലമെൻറ്റിൽ ഈ ഗവൺമെൻറ്റിനുണ്ടാകുന്ന വീഴ്ചകളെ അക്കമിട്ട് നിരത്തി ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുന്നത് പാർലമെൻറ്റിലാണ്. ഇത് റെക്കോർഡ് ചെയ്യപ്പെടും. ഇത് സർക്കാരിൻ്റെ ഒരു വീഴ്ചകളും ചർച്ച ചെയ്യുന്നില്ല. കാരണം ഏകപക്ഷീയമായ ആരോപണങ്ങളുണ്ടാവും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ സഭാ നടപടി നീക്കം ചെയ്തത് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളാണ്. കാരണം ഓതൻറ്റിക് അല്ലാത്ത, പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾ പാലിക്കാത്ത തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വേഷ സംവിധാനങ്ങളും പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുന്നതും മറ്റു പലരോട് കാണിക്കുന്നതും ഇരിക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ധർമ്മം
അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി യഥാർത്ഥത്തിൽ ചെയ്തുമില്ല. മാത്രമല്ല അദ്ദേഹം ഒരു മുഴുവൻ സമയ പ്രതിപക്ഷ നേതാവുമല്ല. നമ്മുടെ പ്രധാനമന്ത്രിയെക്കാളും വിദേശയാത്ര ചെയ്തിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ ഇത് എവിടെ പോകുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഇപ്പം ഈ 20 ദിവസം ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പാറ്റാ സമരം ശക്തമായി നടക്കുന്ന സമയത്തും ഒരു സോഷ്യൽ മീഡിയയിലൂടെയുള്ള പോസ്റ്റ് പോലും രാഹുൽ ഗാന്ധിയിൽ നിന്ന് വന്നില്ല. അദ്ദേഹം ഏത് ലോകത്താണ് ജീവിച്ചതെന്നറിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ അദ്ദേഹം പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം രാജിവെക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി. കാരണം നമ്മുടെ ജനാധിപത്യത്തിന് ഒരു ആക്റ്റീവായ പ്രതിപക്ഷ ഉണ്ടെങ്കിൽ ആ ജനാധിപത്യം യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകില്ല. ഇപ്പോൾ നമ്മുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ 12 വർഷം നരേന്ദ്രമോദിക്ക് സുഖമായി ഭരിക്കാൻ അവസരമൊരുക്കിയത് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃത്വം തന്നെയാണ്. അത് അദ്ദേഹം ഔദ്യോഗിക പ്രതിപക്ഷ നേതാവായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും സമീപനങ്ങളും ഒന്നൊരു ആരോഗ്യകരമായ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്കോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മുന്നോട്ട് പോകുന്നതിനോ അല്ലെങ്കിൽ ഈ ഇന്ത്യ അലയൻസിനെ തന്നെ ഏകീകരിച്ച് നിർത്തേണ്ട ഒരു വ്യക്തി ഇപ്പം DMK ഏകപക്ഷീയമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാരിന് ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു പ്രതിപക്ഷ നിരയിലെ മേജർ പാർട്ടിയായ DMK ഒരു രാത്രി കൊണ്ട് ഡൈവോഴ്സ് ചെയ്ത നേതാവാണ് രാഹുൽ ഗാന്ധി. അപ്പം ഇന്ത്യ അലയൻസിനെ ദുർബലപ്പെടുത്തിയേ കൂടെയാണ് ചെയ്തത്. അപ്പോൾ ആ തരത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി പൂർണ്ണ പരാജയമാണ്. ഈ പാറ്റാ പാർട്ടിയുടെ ഈ സമരത്തിൽ രാഹുൽ ഗാന്ധി പൂർണ്ണമായും അപ്രസക്തമായി എന്നുള്ളതാണ്. അത് ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ തന്നെ പരാജയമാണ്. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായി തുടരാൻ അദ്ദേഹത്തിന് അവകാശമില്ല എന്നുള്ളതാണ്. കാരണം ഈ ഇതിൻ്റെ ചർച്ചയിൽ ഒരിടത്തും ഈ പ്രതിപക്ഷത്തിന് കടന്നു വരാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കിയത് പ്രതിപക്ഷമായിരുന്നു. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇത്തരം ജനകീയ വിഷയങ്ങൾ ഗവൺമെൻറ്റും പ്രതിപക്ഷവും കൂടെ ചേർന്നാണ് ചർച്ച ചെയ്യേണ്ടത്. ഒരുപക്ഷെ അവിടെ നിരാഹാരം കിടക്കേണ്ടിയിരുന്നത് രാഹുൽ ഗാന്ധി ആയിരുന്നു. അതും അദ്ദേഹം ചെയ്തില്ല. മാത്രമല്ല ഈ 20-ാം തീയതിക്ക് ശേഷമാണ് അദ്ദേഹം പാറ്റാ സമരത്തിൻ്റെ വേദിയിലോട്ട് കടന്നു വരുന്നത് പോലും. അപ്പോൾ അതുവരെ അദ്ദേഹം അവരെ ഒന്ന് പറയാനോ, ഈ കഴിഞ്ഞ ദിവസം പോലും CJP എന്നുള്ളൊരു വേർഡ് രാഹുൽ ഗാന്ധി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇന്ന് ഈ വിഷയം പത്രപ്രവർത്തകർ വേണുഗോപാലിനോട് ചോദിക്കുമ്പോഴും അവർ പാർട്ടിയുടെ പേര് പറയുന്നില്ല. അപ്പം യുവാക്കൾക്ക് നന്ദി പറയുന്നു, അവരുടെ വിജയത്തെ അംഗീകരിക്കുന്നു എന്നുള്ള തരത്തിൽ അവരതിനെ കൊണ്ടുപോകുന്നു. കാരണം അവരുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ബോഡി ലാംഗ്വേജ് കഴിഞ്ഞ ദിവസം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്നലെ സർക്കാരും പാറ്റാ പാർട്ടിയും ഒത്തുതീർപ്പാക്കിയതിൽ ഏറ്റവും കൂടുതൽ നിരാശനായത് രാഹുൽ ഗാന്ധിയായിരുന്നു. അത് ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ, കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ സമ്പൂർണ്ണ പരാജയമാണ് ഇന്നലത്തെ സർക്കാരും പാറ്റാ പാർട്ടികളും തമ്മിലുള്ള എഗ്രിമെൻറ്റും ഈ സമരത്തിൻ്റെ സമാപനവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.